കാവേരി നദീജല പ്രശ്നപരിഹാരത്തിന് ഉന്നതാധികാര സമിതി രൂപീകരിക്കണം, ആത്മഹത്യ ചെയ്ത കർഷകർക്കും കൃഷിനാശമുണ്ടായവർക്കും നഷ്ടപരിഹാരം നൽകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് DMK തമിഴ്നാട് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കാര്യമായ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും പലയിടത്തും കടകളടയ്ക്കാൻ DMK പ്രവർത്തകർ ആഹ്വാനം ചെയ്തത് ഫലം കണ്ടു. DMK അനുകൂല ജീവനക്കാർ കൂടി സമരത്തിൽ പങ്കെടുത്തതോടെ സർക്കാർ ബസ്സുകൾ പലയിടത്തും നിരത്തിലിറക്കാൻ ബുദ്ധിമുട്ടി. എന്നാൽ മറ്റു വാഹന ഗതാഗതത്തെ ബന്ദ് ബാധിച്ചില്ല. എങ്കിലും തങ്ങൾ ഉന്നയിച്ച വിഷയം ജനങ്ങളിലേക്ക് എത്തിയത് തന്നെ വലിയ കാര്യമാണ് എന്നാണ് DMK പ്രവർത്തകർ പറയുന്നത്. மறியல் போராட்டத்தின் வெற்றியின் காரணமாக விவசாயிகளுக்கு ஒரு மிகப்பெரிய பலன் கிடைக்கும் என்பதை நாங்கள் எதிர்பார்த்து இந்த வேலைநிறுத்தத்தில் ஈடுபட்டுள்ளோம் என்பதை தெரிவித்துக் கொள்கின்றோம். 21 ആവശ്യങ്ങൾ ഉന്നയിച്ചു സർക്കാർ ജീവനക്കാർ നടത്തിയ സമരവും ഇന്ന് തുടങ്ങിയെങ്കിലും അതിനും വേണ്ടത്ര പിന്തുണ നേടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും തമിഴ്നാട്ടിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ജയലളിതയുടെ മരണശേഷം തമിഴ്നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന സൂചനയാണ് ഈ ബന്ദ് വെളിവാകുന്നത്. രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തന ശൈലിയിലും സമരശൈലിയിലുമെല്ലാം മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. ക്യാമറമാൻ ജയചന്ദ്രനൊപ്പം G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.